ഹായ് ആർമി, ഞാൻ ചൂസ് ഇവിടെ 10th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോ. ചേട്ടൻ ഇഷ്ടമുള്ള പോലെ ചെയ്തു കൂട്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തോ, ചേട്ടൻ ചെയ്തു കൂട്ടേണ്ട ഭാരമായിട്ട് ഭാവിയിൽ എന്ത് സംഭവിച്ചാലും ചേട്ടൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അന്ന് ഞാൻ പോലും ചേട്ടൻ്റെ കൂടെ ഉണ്ടായെന്ന് വരില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. അതിനെനിക്ക് ആരുടെ ആവശ്യമില്ല. ചേട്ടനോട് ഒന്നും പണ്ട് പിന്നെ കാര്യമില്ലല്ലോ അല്ലേ. ചേട്ടൻ പോയി എന്തെങ്കിലും കാണിച്ചു കൂട്ട്, ഞാൻ എൻ്റെ പോട്ടിന് പോകും. കാരണം ഞാനൊന്ന് പുറത്തു പോവാ. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എവിടെ പോകാനാ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനാ. ഫ്രണ്ടോ? ഞാനത് ഏത് ഫ്രണ്ടാ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്? നിനക്ക് അറിയാവുന്ന ഫ്രണ്ട് തന്നെയാ. പേര് പറഞ്ഞാൽ ചിലപ്പോ നീ കൂടെ വന്നില്ലെന്നും വരും. വേറെ ആരുമല്ല, ജെറിൻ. ഞാൻ അവനെ കാണാൻ പോകുന്നതാ. അയാളെ കാണാൻ പോകാനാണ് നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. എന്നെ വിളിക്കട്ടെ, എനിക്കിവിടെ വേറെ പണിയുണ്ട്. കരണ്ടാ, നിക്കടാ. രാവിലെ നല്ല സുഖമായി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന പാർത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് കേട്ട് പാർത്ത് എഴുന്നേൽക്കുന്നു. രാവിലെ വിളിച്ചനാണല്ലോ. ഹലോ കൊച്ചച്ച, എന്നിട്ടും രാവിലെ വിളിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് കൊച്ചച്ച എന്തേ പറയുന്നേ? ഞാനിപ്പോൾ തന്നെ അച്ഛനെ കൂടി ഓഫീസിലേക്ക് വരാം. എന്താടാ കാര്യം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നേ? എന്തു പറ്റി? പ്രശ്നമുണ്ട്. എന്താടാ? നീ ആദ്യം അകത്തേക്ക് പോവാ. ഇനി പറ, എന്താ? ചേട്ടൻ ഋത്തിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഓഫീസ് ആകെ പ്രശ്നം. നമ്മൾ 2 കമ്പനിയും കൂടി ചെയ്ത് ശങ്കർ സ്കൂപ്പിൽ നമ്മുടെ പ്രോജക്റ്റും പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്തായിരുന്നല്ലോ. അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ മീഡിയയുടെ മുമ്പിൽ 3 കമ്പനിയും കൂടി ചെയ്ത് പ്രോജക്റ്റ് തുടങ്ങാൻ പോകാമെന്ന് അനൗൺസും ചെയ്തു. എന്നിട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ടും ചെയ്തു. ഇപ്പം തന്നെ ശങ്കർ സ്കൂപ്പ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 10 കോടിയോടെ ഇറക്കി കഴിഞ്ഞു. ഇപ്പം JJ ഗ്രൂപ്പ്സ് പറയുന്നത് ആ പ്രോജക്റ്റും പ്ലാനും അവരുടെയാണ്. നമ്മൾ ഈ 3 കമ്പനിയും കൂടി ചേർന്ന് അവരെ പ്രോജക്റ്റും പ്ലാനും ചോർത്തിയതാണ് പോലും. അതും പറഞ്ഞ് അവർ നമുക്കെതിരെ കേസും കൊടുത്തു. അവരൊക്കെ എന്തൊക്കെയോ തെളിവുണ്ടെന്നാണ് അവർ പറയുന്നത്. അതെല്ലാം പോട്ടെ, ഇത് കേട്ടിരിക്കുന്ന ഏത് പൊട്ടെന്ന് പറയുമോ? അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ ശങ്കർ സ്കൂപ്പിൽ നിന്ന് ആരെങ്കിലും ചോർത്തി കൊടുത്തായിരിക്കും ഈ പ്രോജക്റ്റും പ്ലാനൊക്കെ അവർക്ക്. അത് നമുക്ക് ഈസി ആയിട്ട് തെളിയിക്കാം. ഇതൊന്നുമല്ല ശരിക്കുള്ള പ്രശ്നം. ഇപ്പം ശങ്കർ സ്കൂപ്പ് നമുക്ക് 2 കമ്പനിക്കെതിരെ കേസ് കൊടുത്തേക്കുക. നമ്മുടെ ഏതോ ഒരു കമ്പനിയിൽ നിന്നാണ് JJ ഗ്രൂപ്പിന് ഈ പ്രോജക്റ്റൊക്കെ ചോർത്തി കൊടുത്തേക്കുന്നത്. നമ്മൾ അവരുടെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, ഞാൻ ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം പറയുമ്പോൾ ചേട്ടൻ എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നത്? ചേട്ടനിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? നീ എന്തിനാ വെറുതെ കോളനിയുടെ പ്രഷർ കൂട്ടുന്നത്? മോനാദ്യം ചേട്ടൻ പറയുന്നത് കേൾക്കാം. ഞാൻ എങ്ങനെയാ കൂടാകണ്ടേ? ചേട്ടന്മാർ എന്താ കേൾക്കേണ്ടത്? എന്നാലും ചേട്ടൻ നമ്മുടെ കമ്പനി വെച്ച് കളിക്കും ഞാൻ കരുതിയില്ല. ചേട്ടാ, അച്ഛനും വലിയച്ഛനും അവരുടെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് അതിനുവേണ്ടി അവരുടെ ലൈഫിൽ ഫുൾ ഏണിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോജക്റ്റ്. കാരണം അതെല്ലാം എനിക്ക് അറിയാതെ. പക്ഷെ എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷന്റെ മുന്നേ ഉണ്ടായി ഞാൻ ഇത്രയും വലിയ റിസ്ക് ഒരിക്കലും എടുക്കില്ലായിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കും. ഈ പ്രോജക്റ്റ് അച്ഛനും കൊച്ചച്ഛനും വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് നടക്കും. അപ്പം മിനിയാന്ന് ജെറിനെ കാണാൻ പോയത് ഇതിനാണല്ലേ? പക്ഷെ 2 ദിവസം കൊണ്ട് ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം മുത്തശ്ശി തറവാട്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടിയല്ലേ? അതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കിക്കോ, അയാളെ ഞാൻ പിന്നെ എടുത്തോളാം. അപ്പം നേരത്തെ എല്ലാം അറിഞ്ഞതുകൊണ്ടാണല്ലേ ഞാൻ തന്നെ US പൊക്കോളാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഇതാകുമ്പോൾ നിങ്ങൾ ആർക്കും ഡൗട്ടും തോന്നത്തില്ല. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ആസു നടത്തിയ പ്ലാൻ നന്നായി സക്സസ് ആയിക്കൊള്ളാം. അങ്ങനെ ഈ പ്ലാൻ ഫുൾ സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ലടാ. ഞാൻ വിചാരിച്ച കാര്യം അത് നടന്ന് കഴിയുമ്പോഴല്ലേ ഈ പ്ലാൻ സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ചേട്ടന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എന്തായാലും ചേട്ടൻ വെച്ചിട്ട് കൂടിപ്പോയില്ലേ? ചേട്ടൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എല്ലാം നീ പേടിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഞാൻ എന്താ പ്ലാൻ ചെയ്ത് അതുപോലെ നടക്കുള്ളൂ. അച്ഛനെയും കൊച്ചച്ഛൻ്റെ ആ സ്വപ്നം ഞാൻ കാരണം ഇല്ലാതാക്കില്ല. എല്ലാവരും ഒന്ന് കുറച്ചു നാളും കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ലച്ചു എന്റേതായ ആ നിമിഷം എല്ലാം ഞാൻ ശരിയാക്കും. ഇപ്പത്തെ പ്രശ്നങ്ങളെല്ലാം തീരും. JJ ഗ്രൂപ്പ്സ് പറയുന്ന കേട്ട ഏത് പൊട്ടനും മനസ്സിലാക്കും അത് ഫുൾ കള്ളാന്ന്. ആ പ്രോജക്റ്റ് നമ്മുടെ നമുക്ക് ഈസി ആയിട്ട് തെളിയിക്കാം. അതെനിക്കും അറിയാം. പക്ഷെ ഇതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ശങ്കർ സ്കൂപ്പ് നമുക്കെതിരെ കേസ് കൊടുത്തേക്കണം. അതാണ് നമ്മുടെ ശരിക്കുള്ള പ്രശ്നം.
അച്ഛൻ ശങ്കർ സ്കൂപ്പ് പറഞ്ഞ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്നാണ് ജെ ഗ്രൂപ്പിന് ഈ പ്രോജക്റ്റ് ചോർത്തി കൊടുത്തേക്കണേന്നല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ശങ്കർ സ്കൂപ്പിൽ നിന്നാണ് ജെ ഗ്രൂപ്പിന് ഈ പ്രോജക്റ്റ് ചോർത്തി കൊടുത്തേക്കുന്നത് പോലെ നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാം. പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ തെളിവ് വേണ്ടേ? അവരുടെ കയ്യിൽ തെളിവ് ഉണ്ടായിട്ടാണ് അവർ നമുക്കെതിരെ കേസ് കൊടുത്തത്. ദയവേട്ട നമുക്ക് പാർത്ത് പറയുന്ന പോലെ തന്നെ ചെയ്യാം. എനിക്ക് ഉറപ്പാണ് ആ ജെ ഗ്രൂപ്പ് നമ്മുടെ ഈ പ്രോജക്റ്റ് തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതല്ല. അവർക്കുള്ളത് ഞാൻ വഴിയോ കൊടുത്തോളാം. പക്ഷെ അച്ഛ, ജെ ഗ്രൂപ്പിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നായിരിക്കുമല്ലോ അവർക്ക് ഈ പ്രോജക്റ്റ് ചോർത്തി കൊടുത്തത്. അല്ലാതെ അവർക്കിതെങ്ങനെ കിട്ടാൻ? ഇപ്പൊ ശങ്കർ സ്കൂപ്പിൽ നിന്ന് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ പോട്ടെ, എല്ലാ പ്രശ്നവും തീർന്നു. പക്ഷെ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഇത് ചെയ്തെങ്കിലോ? അവരുടെ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ നമ്മളത് ക്ഷമിച്ചു കൊടുക്കും. എന്നിട്ട് ഒരുമിച്ച് നിന്ന് വേണ്ടി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്ക് ഈ പ്രോജക്റ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ അവരത് ക്ഷമിച്ച് തരില്ല. എല്ലാം തീർന്നു തന്നെ കരുതിക്കോ. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ നമുക്ക് സൈൻ ചെയ്യാൻ കുറച്ച് പേപ്പർ തന്നു. അത് നമ്മൾ വായിച്ചിട്ട് സൈൻ ചെയ്യുകയും ചെയ്തു. ആ പേപ്പറിൽ എന്താ എഴുതി പിടിപ്പിച്ചേക്കണേന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ദയവായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് എന്തായാലും ഉറപ്പാണ് എൻ്റെ കമ്പനിയിൽ നിന്ന് ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ആരും ചെയ്യില്ലെന്ന് ചേട്ടനും ഉറപ്പല്ലേ. പിന്നെ എന്താ പ്രശ്നം? നമുക്ക് പാർത്ത് പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി. എനിക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത്രയും കൂടി ഞാൻ ഇവരെയൊക്കെ ഒരു കുടുംബത്തെ പോലെ കണ്ടത്. അവരെ എന്നെയും അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ആരും ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അതെനിക്ക് ഉറപ്പാണ്. ഈ ഉറപ്പ് മതി അച്ഛ കൊച്ചച്ച. ഇന്ന് തന്നെ നമുക്ക് ശങ്കർ സ്കൂപ്പിനെതിരെ കേസ് ഫയൽ ചെയ്യാം. എന്റെ ദൈവം, എന്റെ കുടുംബത്തിന് ആരുടെ കണ്ണ് പെട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ശരി അമ്മ, ആരുടെ കണ്ണ് പെട്ടിട്ടാണോ എന്തൊക്കെയാണ് നടക്കുന്നത്? മുത്തശ്ശി നിർമ്മലമ്മ, നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാരുടെ കണ്ണും കൈയും പെട്ടിട്ടൊന്നുമല്ല. ഇതാ ജെ ഗ്രൂപ്പിന്റെ പരിപാടിയാണ്. അവരെ പറഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ ജെ ഗ്രൂപ്പിന് ശങ്കർ സ്കൂപ്പിനെതിരെ കേസ് കൊടുത്തല്ലോ. ഇനിയെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോളും. ആരാ എന്താ ചെയ്തെന്നൊക്കെ അപ്പം അറിയാം. എല്ലാം ശരിയാകും ദേവച്ച. ഇനി ഇതൊക്കെ ടെൻഷൻ അടിക്കണ്ട. അമ്മാവ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ശങ്കർ സ്കൂപ്പിൽ നിന്ന് ആരും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആവോ? ഇഷ്യൂ ആകുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഇഷ്യൂ ആകും. അതുകൊണ്ട് ഞാൻ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നമ്മൾ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് അതിനെ കുറച്ച് പേപ്പർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ അനുസരിച്ച് നമ്മുടെ ഈ കമ്പനികൾ ഏതെങ്കിലും അവരോട് വിശ്വാസം വാങ്ങിച്ചു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയിലെ സിഇഒമാർ ജയിലിൽ പോകേണ്ടി വരും. നമ്മുടെ കമ്പനിയുടെ സിഇഒ ത്രിലോകം പാർത്തുവാണല്ലോ. പിന്നെ രവിയുടെ കമ്പനി രവി തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത രവിയും പാർത്തും കൂടിയാണ്. അതുകൊണ്ട് ത്രിലോകിന് ഇഷ്യൂ ഉണ്ടാകില്ല, പാർത്തിൻ്റെ രവിക്ക് ഇഷ്യൂ ഉണ്ടാകുള്ളൂ. നിങ്ങളാരും പേടിക്കണ്ട, അങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മുടെ കമ്പനി നാല് ഇത് ചെയ്തിട്ട് നമുക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദേവ്, നമ്മളിപ്പോൾ ലച്ചുവിൻ്റെയും പാടത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി ഡേറ്റ് ഒക്കെ നോക്കാനിരിക്കുമല്ലേ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അതൊക്കെ എങ്ങനെയാടാ? അമ്മ അതൊന്നും ഒത്ത് ടെൻഷൻ അടിക്കണ്ട. അമ്മ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഇത് ഇതിൻ്റെ വഴിക്ക് നടന്നോളൂ. പാർത്തിൻ്റെ റൂമിലേക്ക് വരുന്ന ലച്ചു പാർത്തിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ലച്ചു, എന്തു പറ്റി? ഒന്നുമില്ല, എനിക്ക് പാത്തേരനെ കാണുമെന്ന് തോന്നി. പിന്നെ പാത്തേരനെ ഇവിടെ കമ്പനിയുടെ കാര്യമൊക്കെ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് കരുതി. അതുകൊണ്ടെങ്കിൽ പോകുന്നത്. ലച്ചു, എനിക്കെന്താ പറയേണ്ട ചെയ്യേണ്ട ഒന്നും അറിയില്ല. ഒരു കുഴപ്പമില്ലാതെല്ലാം പൊക്കോണ്ടിരുന്നതാ. അപ്പോഴാണ് ഈ പ്രശ്നം മുഴുവനും. അച്ഛനും കൊച്ചനും നമ്മുടെ കമ്പനികളിൽ നിന്ന് ആരും അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പ് പറയുന്നത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ നിൽക്കുന്നത്. അതങ്ങനെയൊന്നും അല്ലെങ്കിൽ എല്ലാം തീരും. അച്ഛനും കൊച്ചനും ഈ കമ്പനികൾ ഇവിടം വരെ എത്തിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അത് ഞാൻ കാരണം. എൻ്റെ അശ്രദ്ധയാണ് ഇല്ലാതാവുമെന്ന് പറയുന്നത്. പാർത്തിട്ട് അങ്ങനൊന്നും ഉണ്ടാകില്ല. അമ്മാവൻ പറഞ്ഞില്ലേ നമ്മുടെ കമ്പനികളിൽ ആരും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അപ്പം അതാണ് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകും. US നിന്ന് തിരിച്ചെത്തുന്ന ത്രിലോകും കരണും ലിയയും. ത്രിലോക്, നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോവല്ലേ? അല്ലടി, ഞങ്ങൾ ഓഫീസിലേക്ക് പോവാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ. ആടാ, ഞാനെന്തായാലും നാളെ അങ്ങോട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ചെല്ലും. ആടി, ബൈ, നാളെ കാണാം. ബൈ ത്രിലോക്. ബൈ കരൺ. ബൈ ലിയ. ലിയ നേരെ വീട്ടിലേക്കും പോയി, ത്രിലോകം കരണും നേരെ ഓഫീസിലേക്കും പോയി.
പാടത്തിന്റെ ക്യാബിനിലേക്ക് കയറി വരുന്ന തിലോകം കരയണം. പാർത്ത്, എന്താണ് ഇവിടെ നടക്കുന്നേ? ത്രിലോക് നിനക്കിതിലൊന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്രശ്നം എങ്ങനെ തീർക്കാൻ പോകുന്നതെന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? നമ്മൾ JJ ഗ്രൂപ്പിന് ഷവേഴ്സ് ഗ്രൂപ്പിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അച്ഛനും കൊച്ചിനും ഉറപ്പിച്ച് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ ഷവേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ ചെയ്തത്. ഉറപ്പാടാ. കേസ് അന്വേഷിച്ച് വരുമ്പോൾ ഇത് നമുക്ക് അനുകൂലമായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ശരിയാകില്ലേ? അതിന് കുറെ ടൈം ആകില്ലേ? അതുവരെ നമ്മൾ ഒന്നും ചെയ്ത് നോക്കിയിരിക്കണമെന്നാണ് നീ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? പാർത്ത്, അച്ഛനും കൊച്ചിനും ഉറപ്പ് പറയുന്നുണ്ട് നമ്മുടെ കമ്പനികളിൽ നിന്ന് ആരും അങ്ങനെ ചെയ്യില്ലെന്ന്. നിനക്കത് ഉറപ്പാണ്? പാർത്ത്, എനിക്ക് ഉറപ്പില്ല. ആ ഉറപ്പില്ലായ്മ ശരിയായി കഴിഞ്ഞാൽ അതോടെ എല്ലാം തീരും. നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും ചുമ്മാ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേസിന്റെ വിധിയൊക്കെ വന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? JJ ഗ്രൂപ്പിന്റെ CEO സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെടാ. അയാളുമായിട്ടോ? ഈ കാണുന്ന പ്രശ്നമായി ഉണ്ടാക്കാൻ അയാൾ തന്നെയാ. പിന്നെ അയാൾ നിന്ന് സംസാരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞത് ശരിയാ. പക്ഷെ JJ ഗ്രൂപ്പിന്റെ MD വിചാരിച്ചത് നടക്കും. MDയോ? അതാരാ? ജെറിൻ പാലക്കൽ, അയാളുടെ മകന. നിനക്ക് അവൻ എങ്ങനെ അറിയാം? അവൻ എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് അറിയാലോ. ഏകദേശം നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഒരുപോലെയാ. പിന്നെ അതും പോരാണ്ട് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ കമ്പനി. അങ്ങനെയുള്ള ഒരാളുടെ മോനുമായിട്ട് നീ പോയി ഫ്രണ്ടായെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ അത്രയ്ക്കും ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല. ഞാനിപ്പോ ചേർന്ന പരിചയപ്പെട്ടിട്ട് ഒരു 6 വർഷമായി കാണും. ഞാൻ അവനെ പരിചയപ്പെട്ടത് എനിക്ക് വേണ്ടപ്പെട്ട ആള്, എനിക്ക് മാത്രമല്ല കേട്ടോ, നിനക്ക് വേണ്ടപ്പെട്ട ആളാ. അയാൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നം തീർക്കാൻ പോയതാ ഞാൻ. ആ പ്രശ്നത്തിന്റെ മെയിൻ ആള് ജെറിനായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ അവനെ കാണുന്നത്. പ്രശ്നം കേട്ടപ്പോൾ ഞാൻ അവന്റെ 2 പൊട്ടിച്ചു. പിന്നെയാണ് അറിഞ്ഞത് എന്റെ ആളുടെ പേരിലാണ് പകുതി കുഴപ്പമെന്ന്. പിന്നെ അവനോട് സോറി പറഞ്ഞു. അവിടെ വെച്ച് ഞങ്ങൾ ആ പ്രശ്നം തീർത്തു. അന്ന് ഞാൻ അവന്റെ കമ്പനി ആയതാ. അല്ലേ കാരണേ? നീ പറഞ്ഞതൊന്നും എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഞങ്ങളോട്ടം പ്രശ്നം ഉണ്ടാക്കിയോ? എന്ത് പ്രശ്നം? അതാരാ? അത് നിന്നോട് പിന്നെ പറയാം. അല്ല, നീ കരുണോട് ചോദിച്ചാൽ മതി, അവൻ നിനക്ക് പറഞ്ഞു തരും. അവനാകുമ്പോൾ നിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ പറ്റി അറിയാം. നീ പിന്നെ ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും. കാരണം നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല പാർത്തേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. ചേട്ടൻ തോന്നിയതായിരിക്കും. നീ എന്തോ പറയുന്നപ്പോൾ എനിക്ക് തോന്നിയതാ. ത്രിലോക്, നീ എന്തെങ്കിലും ചെയ്യ്. പക്ഷെ അച്ഛനോട് അന്ന് സംസാരിച്ചിട്ട്. ഞാനിപ്പോ വീട്ടിലേക്ക് പോവാ. രാത്രിയായില്ലേ? അല്ല, നീ വരുന്നില്ലേ? ഞാൻ വരുവാ. കാരണം നീ നേരെ വീട്ടിലേക്ക് പോവല്ലേ? ആ ചേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ തന്നെ റെത്തിക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ശരി, നാളെ കാണാം. എന്നാ ശരിടാ, നാളെ കാണാം. അങ്ങനെ പാർത്തും ത്രിലോകും ഒരുമിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. വീടെത്തിയതും ആദ്യം ത്രിലോകും പിന്നെ പാർത്തും അകത്തേട്ട് ചെന്നു. നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. എന്ത് മനസ്സിലായെന്ന്? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അത് ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടോ. മോനെ, ഇവിടെ ഒരു വയസ്സ് നിപ്പുണ്ട്, ഒന്ന് മൈൻഡൊക്കെ ആക്കാം. അച്ഛമ്മക്ക് സുഖമാണോ? എനിക്ക് സുഖം. മോനോ? സുഖാണോന്ന് ചോദിച്ചാ ഇപ്പത്തെ കാര്യങ്ങൾ വെച്ച് അല്ലെന്നാണ്. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും മോനെ. അച്ഛാമ്മ, എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കാം. ശരി മോനെ, പോയി ഫ്രഷ് ആയിട്ട് വാ. മീനു, വാടി. വരൂ ചേട്ടാ. ത്രിലോകും മീനും കൂടി ചേർന്ന് ത്രിലോകിന്റെ റൂമിലേക്ക് പോയി. നിർമ്മല, ത്രിലോകും മീനും നല്ല കൂട്ടാണല്ലേ? അമ്മ, പക്ഷെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ നീന്റെ വിചാരിക്കുന്ന പോലെ ആയിട്ട് ഇവിടെ എല്ലാം നടക്കുന്നത്. അതെനിക്ക് പാപ്പന്റെ നെച്ചുവിന്റെ കാര്യത്തിൽ മനസ്സിലായി. ത്രിലോക് വന്നിട്ട് ആദ്യം വിളിച്ചും തിരക്കിയതൊക്കെ മീനുവിനെയാ. സ്വന്തം അമ്മയോട് നിന്നിട്ട് അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും
അവന്റെ ജീവിതത്തിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻസ് അവൾക്കുണ്ടെന്ന്. നമുക്ക് നോക്കാം നിർമ്മല, ഇതൊക്കെ എന്താകുമെന്ന്. നൈറ്റ് തൻ്റെ റൂമിലേക്ക് കയറി വരുന്ന ലച്ചു. ത്രിലോകേട്ടാ, ചേട്ടനെന്താ ഇവിടെ? മാറിക്കേ, മാറ്. മാറണോ? എന്നാ മാറിയേക്കോ. ത്രിലോക ലച്ചുവിൽ നിന്ന് അകന്നു. ചേട്ടൻ എന്തിനാ എൻ്റെ റൂമിലേക്ക് ഇപ്പോൾ വന്നത്? ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്ന് നിന്നൊന്നും ചെയ്യാനല്ല, അതിന് ഇനിയും ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം മോള് പേടിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യം? രാവിലെ ത്രിലോകിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ലച്ചു. ലച്ചു അവിടെ നിന്നേ. പാർത്തേട്ടാ, നീ ത്രിലോകിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ട്. അല്ല, അവന്റെ റൂമിൽ പോയിരുന്നില്ല. അത് അപ്പച്ചനോട് ചോദിച്ചു ത്രിലോകേട്ടന് ചായ കൊണ്ട് കൊടുക്കാമോ എന്ന്. അപ്പോൾ ഞാനത് കൊടുക്കാൻ വന്നതാ. ഓ അങ്ങനെ. അല്ല, എനിക്ക് ചായ ഇല്ലേ? ചേട്ടനുള്ള ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ചേട്ടൻ റൂമിൽ പോയിരുന്നോ? ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ഇതും പറഞ്ഞ് ലച്ചു നേരെ കിച്ചണിലേക്ക് പോയി. അപ്പച്ചി, പാർത്തേട്ടനുള്ള ചായ എവിടെ ഇരിക്കുന്നേ? എന്താ മോളെ, കെട്ടുന്നതിന് മുമ്പേ ഭർത്താവ് സേവ തുടങ്ങിയോ? അങ്ങനെയൊന്നുമല്ല, പാർത്തേട്ടനോട് ചായ കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു, അതാ എടുക്കാൻ വന്നേ. ഓ അങ്ങനെ, ദേ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്ക്. ലച്ചു ചായ എടുത്ത് പാർത്തിൻ്റെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയതും പാർത്ത് അങ്ങോട്ട് വന്നു. പാർത്തേട്ടാ, ചേട്ടനതേ ഇങ്ങോട്ട് വന്നത്, ഞാൻ ചായ കൊണ്ട് അങ്ങ് വരില്ലായിരുന്നു. അത് സാരമില്ല, നീ അതിങ്ങ് തന്നേക്ക്. എന്താ എന്നാ ഞാൻ റൂമിൽ പോട്ടെ, കോളേജിൽ പോകാൻ ടൈമായി, റെഡിയാകണം. ആടി പോകോ. അതേ ടൈമിൽ നിർമ്മല. രമ്യ, ദേ ത്രിലോകന്റെ ചായ ഇവിടെ ഇരിപ്പുണ്ട്, നീ അതൊന്ന് എടുത്ത് അവന് കൊടുത്തേക്കണേ. ത്രിലോകിന്റെ ചായയോ? അമ്മ കുറച്ചു മുമ്പല്ലേ ലച്ചുൻ്റെ ത്രിലോകന്റെ ചായ കൊടുത്തു വിട്ടത്. ഞാൻ ത്രിലോകന്റെ ചായ ലക്ഷ്യൻ്റെ കൊടുത്തു വിട്ട്. അവള് രാവിലെ ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വരുന്നത് തന്നെ, അത് നിന്റെ ചായ ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്ത്? എന്താണ് പാർത്ത്, നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല അമ്മ, ഞാൻ പോവാ. ലച്ചു ത്രിലോകിന് ചായ കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവളവൻ്റെ റൂമിൽ പോയത്? എന്നോട് എൻ്റെ കള്ളം പറഞ്ഞേ.